ഏയ് ഹലോ. അപ്പോൾ നമുക്കൊന്നൊരു ബീഫിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ബീഫ് കുക്കറിലാട്ടോ വെക്കാറ്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് കുറച്ച് ഉലുവയിട്ട് ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതാക്കി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് വഴറ്റി വരണം കേട്ടോ, കുറച്ച് അത്യാവശ്യം വഴറ്റി വരണം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒരു പച്ചമുളകും കൂടി ഞാൻ ഒരുമിച്ച് പേസ്റ്റ് ആക്കിയതായിട്ട് ഞാൻ ആഡ് ചെയ്യണത്. കുറച്ച് കരിവേപ്പില ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ഉള്ളിൽ നല്ല വഴറ്റാണ് കേട്ടോ. അതൊന്ന് വാടി വരുന്നവർ നല്ലോണം ഇളക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് ഫ്രൈൻ്റെ ഈ വീഡിയോ ഞാൻ രണ്ടാമത്തെ വട്ടമായിട്ട് ഞാൻ ആഡ് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞാൻ ഫുള്ള് പല്ലുവേദനൻ്റെ കാര്യമാണ് പറയുന്നത്, ബീഫിൻ്റെ റെസിപ്പി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും പറഞ്ഞത് എന്തായാലും നന്നായിട്ടോ, എനിക്ക് നല്ലോണം വീഡിയോ കറക്റ്റ് ആക്കാൻ പറ്റുക. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അത് നല്ലോണം വാടിയ ശേഷം ഞാനൊക്കെ പിന്നെ ഒന്നും ആഡ് ചെയ്യില്ല, ബീഫാണ് ഞാൻ ആഡ് ചെയ്യണത്. പിന്നെ ആ ബീഫ് ആഡ് ചെയ്ത ശേഷം അതിലേക്ക് പൊടികൾ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ഈ മസാല നമുക്ക് ബീഫൊക്കെ നല്ല പിടിക്കണം കേട്ടോ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് പൊടികൾ ആഡ് ചെയ്താൽ മതി കേട്ടോ. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ചിട്ടാൽ മതി. കുരുമുളകും പച്ചമുളകും നമ്മൾ ഇട്ട കാരണം കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ ബീഫ് മസാല, കുറച്ച് ഗരം മസാല, പിന്നെ നമുക്കതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ അത് നല്ല മിക്സ് ആക്കണം കേട്ടോ. പൊടികളിട്ടിട്ട് നമ്മളൊന്ന് നേരെ ഫുള്ളായിട്ട് മിക്സ് ആക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം വെള്ളം പറഞ്ഞാൽ കേട്ടോ. വെള്ളം ഒരുപാട് പാരരുത് കേട്ടോ, അടിയിൽ പിടിക്കാത്ത വിധത്തിൽ കുറച്ച് കേട്ടോ. പിന്നെ നമുക്ക് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ എൻ്റെ ബീഫിൻ്റെ റെസിപ്പി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ.